ബാറ്റർമാരുടെ കാര്യത്തിൽ വളരെ അനുഗ്രഹീത രാജ്യമാണ് ഇന്ത്യ. ഓരോ കാലങ്ങളിലും ലോക ക്രിക്കറ്റിനെ വിസ്മയിപ്പിച്ച എത്രയോ ബാറ്റർമാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ലെജൻഡറി ബാറ്റർമാർ ഒരുപാടുണ്ടെങ്കിലും അതാത് കാലഘട്ടങ്ങളിൽ സഹകളിക്കാരിൽ നിന്നും വളരെ ഉയരത്തിൽ പെർഫോമൻസ് നടത്തി ടീമിനെ നയിച്ച 3 ബാറ്റർമാരാണ് സുനിൽ ഗവാസ്കറും സച്ചിനും വിരാട് കോഹ്ലിയും. തങ്ങളുടെ പ്രതാപകാലത്ത് ഒരു ദശകത്തോളം ഏറെക്കുറെ ഒറ്റയ്ക്ക് ടീമിനെ നയിച്ച ഇവരെക്കാൾ മെച്ചപ്പെട്ട മറ്റ് ഇന്ത്യൻ കളിക്കാർ ഉണ്ടാവില്ലെന്ന് പറയാം. മോഡേൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദശകങ്ങളാണ് 70കളും 90കളും 2010കളും. ഗവാസ്കറിന്റെയും സച്ചിന്റെയും കോഹ്ലിയുടെയും പ്രകടനം ഈ കാലഘട്ടത്തിൽ അവരുടെ കരിയറിലെ ഏറ്റവും മികച്ചതായതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ചുമ്മാതല്ലല്ലോ അവരെ ഇത്രയധികം വാഴ്ത്തപ്പെടുന്നത്. ഇന്ത്യൻ ബാറ്റർമാരുടെ അൾട്ടിമേറ്റ് പരീക്ഷണമായ സെനരാജ്യങ്ങളിലെ കണക്കുകൾ എടുക്കാം. 70കളിൽ ഇന്ത്യൻ ബാറ്റിംഗ് ശൈശവ ദിശയിലായിരുന്നപ്പോഴാണ് നമുക്കും വിദേശത്തെ ബാറ്റിംഗ് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഗവാസ്കർ വരുന്നത്. ഗവാസ്കറിന് സപ്പോർട്ട് കൊടുക്കാനുണ്ടായിരുന്നത് ഒരേയൊരു ഗുണ്ടപ്പ വിശ്വനാഥ്. ഈ ദശകത്തിൽ ഇന്ത്യയുടെ നമ്പർ 1 to 7 ബാറ്റർമാരുടെ ആകെ ശരാശരി വെസ്റ്റ് ഇൻഡീസ് കൂടി കൂട്ടി 35 മാത്രമാണ്. ഗവാസ്കർ 63.25 ശരാശരിയുമായി ഇന്ത്യയുടെ ബാറ്റിംഗ് നയിച്ചപ്പോൾ ഗുണ്ടപ്പയുടേത് 40.2 മാത്രമാണ്. ഈ ദശകത്തിൽ ഇന്ത്യ നേടിയ റൺസിന്റെ 26% ഗവാസ്കർ നേടിയതാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഗുണ്ടപ്പ 16% റൺസും നേടി. ഒരു ദശകത്തിലെ 10% വ്യത്യാസം വളരെ വലുതാണ്. സെഞ്ചുറികളിലെ വ്യത്യാസം അതിലും ഭീകരമാണ്. സെനായിൽ ഇന്ത്യ നേടിയ സെഞ്ചുറികളിൽ 57% ഗവാസ്കറിന്റെ വകയാണ്, 21ൽ 12 എണ്ണം. ഇനി 90കളിൽ സെന രാജ്യങ്ങളിലെ ഇന്ത്യയുടെ 1 മുതൽ 7 വരെയുള്ള ബാറ്റർമാരുടെ ടോട്ടൽ ശരാശരി 32.4 ആണ്. 70കളേക്കാൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യം. ഈ കാലഘട്ടത്തിൽ സെനയിൽ ഇന്ത്യ നേടിയ ടോട്ടൽ റൺസിന്റെ 22% പിറന്നത് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ബാറ്റിൽ നിന്നാണ്. രണ്ടാമനായ അസറിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് 15% റൺസും. 10 വർഷത്തിലെ ആകെ റൺസിലെ 7% വ്യത്യാസം സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലെ സച്ചിന്റെ അപ്രമാദിത്വം തന്നെയാണ്. ഈ ദശകത്തിൽ സെനയിൽ സച്ചിന്റെ ശരാശരി 51.48. ഗാംഗുലിയും ദ്രാവിഡും ശരാശരിയിൽ മുമ്പിലുണ്ടെങ്കിലും 96ൽ അരങ്ങേറി ഒരു ഇംഗ്ലണ്ട് സീരീസ് മാത്രം കളിച്ചതുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഏറെക്കുറെ ആ ദശകം മുഴുവൻ സച്ചിനൊപ്പം കളിച്ച അസ്ഹറിന്റെ സെന ശരാശരി 38.44 മാത്രമാണ്. സെഞ്ചുറി കണക്കിൽ ഇന്ത്യ ആകെ നേടിയ 26 എണ്ണത്തിൽ 9 എണ്ണം അഥവാ 35% സച്ചിനും 6 എണ്ണം അസ്ഹറും നേടി. ഏറെക്കുറെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് സച്ചിൻ തന്നെയായിരുന്നു എന്നർത്ഥം. ഇനി 2011 അരങ്ങേറിയ കോഹ്ലിയുടെ ആ ദശകത്തിലെ പെർഫോമൻസ് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സെന ടൂറുകൾ ഈ കാലഘട്ടത്തിലാകും. കണക്കുകളിലും ഏറ്റവും 1 മുതൽ 7 വരെയുള്ള ബാറ്റർമാരുടെ കുറവ് ശരാശരി ഈ കാലഘട്ടത്തിലാണ്, 31.72. ഈ ദശകത്തിൽ സെന രാജ്യങ്ങളിൽ വിരാട് കോഹ്ലിയുടെ ശരാശരി ആവട്ടെ 49.51 രണ്ടാമതുള്ള രഹാനയുടേത് 39 മാത്രം. ടീം ഇന്ത്യ നേടിയ ആകെ റൺസിന്റെ 20% കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്നപ്പോൾ രണ്ടാമതുള്ള പുജാരയുടെ ബാറ്റിൽ നിന്നും പിറന്ന റൺസ് 12% മാത്രം. അവിടെയും 8% വ്യത്യാസമുണ്ട്. ഈ കാലയളവിൽ സെനയിൽ ഇന്ത്യ സ്കോർ ചെയ്ത 29 സെഞ്ചുറികളിൽ 11 എണ്ണവും അഥവാ 38% കോഹ്ലി നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള പൂജാര നേടിയത് 5 എണ്ണം മാത്രമാണ്. 70കളിലും 90കളിലും ഗവാസ്കറും സച്ചിനും സ്ഥിരമായി സപ്പോർട്ട് ലഭിക്കാതെ വലഞ്ഞിരുന്ന അതേ ഇടത്തിലൂടെയാണ് ഈ ദശകത്തിൽ കോഹ്ലിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 70-90കളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ലഭിച്ച മികച്ച പേസ് ബോളിംഗ് യൂണിറ്റാണ് സെനയിലെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിജയങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. ഇനി നമുക്ക് 2000ത്തിലേക്ക് ഒന്ന് നോക്കാം. ഈ കാലയളവിൽ സെന രാജ്യങ്ങളിൽ ഇന്ത്യൻ ടീം ആകെ നേടിയ റൺസിന്റെ 16.6% പിറന്നത് സച്ചിന്റെ ബാറ്റിൽ നിന്ന്. തൊട്ടു പിന്നാലെ 15.9 ദ്രാവിഡും 15.5% ലക്ഷ്മണുമുണ്ട്. സച്ചിനെ മാത്രം ആശ്രയിക്കാതെ 3 പേര് ഒരുമിച്ച് ടീമിനെ മുന്നോട്ട് നയിച്ചിരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ സുവർണ കാലഘട്ടവും ഇതുതന്നെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2020 കാലഘട്ടത്തിന്റെ ആദ്യ പകുതി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലമായിരുന്നെങ്കിലും പിച്ചും കണ്ടീഷനുകളും മാറുന്നതിന്റെ സൂചന ഇംഗ്ലണ്ട് സീരീസ് നൽകുന്നുണ്ട്. ഒരാളെ മാത്രം ആശ്രയിക്കാതെ സ്ഥിരമായി 3-4 കളിക്കാർ മികച്ച ബാറ്റിങ്ങോടെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന സീസണുകളാവും ഇനി അങ്ങോട്ട് കാണാനാവുക. കാലം എത്ര കഴിഞ്ഞാലും, എത്ര ബാറ്റിംഗ് റെക്കോർഡുകൾ മാറിയാലും അതികഠിന സാഹചര്യങ്ങളിൽ ഗവാസ്കറും സച്ചിനും കോഹ്ലിയും പുറത്തെടുത്ത പോരാട്ടവീര്യം ഒളിമങ്ങാതെ നിൽക്കുക തന്നെ ചെയ്യും.